സാഫല്യം പാർട്ട് 5. ഡോക്ടർ, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട. ഞാൻ ചിന്നുമോളുടെ അമ്മയായിട്ടാണ് ഡോക്ടറുടെ ജീവിതത്തിലേക്ക് വന്നത്. അതിനുവേണ്ടി ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനും ഞാൻ തയ്യാറാണ്, മീനാക്ഷി പറഞ്ഞു. അല്ലാതെ തന്നെ നിനക്കെൻ്റെ മോളുടെ അമ്മയാകാൻ കഴിയും മീനാക്ഷി. ഒരു കുഞ്ഞിനെ അമ്മയാകാൻ നീയും ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. ഇത് ഉപേക്ഷിക്കേണ്ട, എബി പറഞ്ഞു. മീനു ഒന്നും പറയാനാകാതെ കണ്ണീരോടെ തന്നെ ഇരുന്നു. ഒരു ജീവൻ തിരിച്ചു പിടിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, അല്ലാതെ ജീവൻ എടുക്കാനല്ല. ഒന്നും അറിയാത്ത ആ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാൻ നിനക്കോ എനിക്കോ അവകാശമില്ല മീനാക്ഷി, എബി പറഞ്ഞു. മീനു കരച്ചിലോടെ തന്നെ അകത്തേക്ക് കയറി. എബി അമ്മയോട് എല്ലാം പറഞ്ഞു മോളുമായി മുറിയിലേക്ക് ചെന്നു. ദേവൻ്റെ ഓരോ വാക്കുകളും ഓർത്ത് മീനാക്ഷി പൊട്ടിക്കരഞ്ഞു. ദേവേട്ടൻ എങ്ങനെ ഇത്രയും ക്രൂരനാകാൻ പറ്റി? ഇത്രയ്ക്കും ക്രൂരനായിരുന്നു ഞാൻ കഴിഞ്ഞ 5 വർഷം നെഞ്ചിലിട്ട് സ്നേഹിച്ച ദേവേട്ടൻ, അവൾ കണ്ണീരോടെ തന്നെ നേരം വെളുപ്പിച്ചു. താനിപ്പോൾ തനിച്ചല്ല, വല്ലതും ചെന്ന് കഴിക്ക്. നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാം, എബി മീനാക്ഷിയോടായി പറഞ്ഞു. അതൊന്നും വേണ്ട ഡോക്ടർ. കുഞ്ഞിൻ്റെ ആരോഗ്യം അമ്മമാരുടെ കയ്യിലാണ്. അതിപ്പോൾ നിന്നിലൂടെയാണ് ജീവിക്കുന്നത്, അത് മറക്കണ്ട, എബി കൂട്ടിച്ചേർത്തു. മീനു അതിന് ഒന്നും മിണ്ടാതെ തലയാട്ടി. മോൾ വാ. എബി ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയതാണെന്ന് കണ്ട് മീനു ചെറുപുഞ്ചിരിയോടെ മോൾക്ക് നേരെ കൈനീട്ടി. മോളെ പിന്നാലെ അധികം ഓടേണ്ട. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഡോക്ടർ. ഓരോ ദിവസവും ഞാൻ കിച്ചണിൽ കിടന്ന് ഓടുന്നത്രയും വരില്ല ഇതൊന്നും, മീനാക്ഷി പറഞ്ഞു. എബി അതിന് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങി. മോളെ മീനു, വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അമ്മാവൻ, അമ്മാവാ. മീനു വിഷമത്തോടെ അമ്മാവൻ്റെ അരികിലേക്ക് ചെന്നു. എല്ലാം ഞാൻ അറിഞ്ഞു. ദൈവത്തിന് എന്നോട് എന്താ ഇത്രയും ദേഷ്യം? എന്നെ ഓരോ തരത്തിൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അമ്മാവ. ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല മോളെ. അങ്ങനെയാണെങ്കിൽ ഈ അവസ്ഥയിൽ നിന്നെ കൂടെ നിർത്താൻ ആളുണ്ടാകുമോ? അമ്മാവൻ ചോദിച്ചു. ശരിയാണ്, ഈ മോൾക്ക് വേണ്ടിയാണ് ഡോക്ടർ എന്നെ സ്വീകരിച്ചത്. അത് ഒരിക്കലും അമ്മയാകില്ലെന്ന് കരുതി മാത്രം. പക്ഷേ വന്ന അന്ന് തന്നെ ഞാൻ ഒരു അമ്മയാകാൻ പോവുകയാണെന്നറിഞ്ഞിട്ടും എന്നെ ഉപേക്ഷിച്ചില്ല. മറിച്ച് എന്നെ സ്വീകരിക്കേണ്ട ആൾ അവൾ മുഴുമിക്കാതെ നിന്നു. മീനു കണ്ണീരോടെ അമ്മാവൻ്റെ നെഞ്ചിലേക്ക് വീണു. മോൾ വിഷമിക്കണ്ട. ഇത്രയും കാലം ഒരമ്മയാവാൻ പറ്റാത്തതിൻ്റെ സങ്കടമല്ലായിരുന്നു. അത് തീർത്ത് കിട്ടിയില്ലേ? അതുപോലെ തന്നെ എല്ലാം ശരിയാകും. പക്ഷേ എൻ്റെ കുഞ്ഞിന് അച്ഛനുണ്ടാവില്ലല്ലോ അമ്മാവ, മീനാക്ഷി ചോദിച്ചു. എന്നെങ്കിലും ഒരിക്കൽ അവൾ അത് അംഗീകരിക്കും മോളെ. ഇപ്പോൾ മോൾ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഈ സമയം ഇങ്ങനെ വിഷമിച്ചാൽ അത് കുഞ്ഞിനാണ് ദോഷം. അവൾ പുഞ്ചിരിയോടെ മോളി. ഇത് ദേവൻ അയച്ചതാ. മറ്റന്നാൾ കുടുംബ കോടതിയിൽ ചെല്ലണം. നിയമപരമായി ബന്ധമൊഴിയാനുള്ളതാ, അമ്മാവൻ കൂട്ടിച്ചേർത്തു. അവൾ പുച്ഛത്തോടെ അത് കയ്യിലേക്ക് വാങ്ങി. വരൂ. മീനു എബിയെ ഒന്ന് നോക്കി അകത്തേക്ക് കയറി. ദേവനെ കണ്ടതും അവൾ വെറുപ്പോടെ അവനെ നോക്കി. ഇരിക്ക്. മീനു ചെയർ അല്പം നീക്കി അതിൽ ഇരുന്നു. രണ്ടുപേർക്കും ഈ ബന്ധം ഒഴിയാൻ സമ്മതമാണോ? അതെ. ബാധ്യതകളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല സാർ, ഒന്നും വേണ്ട, അവൾ വെറുപ്പോടെ തന്നെ പറഞ്ഞു. അപ്പോഴും അവളുടെ കൈ വയറിൽ തന്നെ ആയിരുന്നു. ഏറ്റവും വലിയ ബാധ്യത തൻ്റെ വയറിൽ ജന്മമെടുത്തു. രണ്ടുപേരും വിവാഹിതരായ സ്ഥിതിക്ക് സൈൻ ചെയ്യാം. വേറെ തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. ഒന്നുമില്ല, അവൾ വിഷമത്തോടെ തന്നെ പറഞ്ഞു. അവൻ യാതൊരു മടിയുമില്ലാതെ സൈൻ ചെയ്യുന്നത് കണ്ട് അവൾ വേദനയോടെ അവനെ നോക്കി. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന അവകാശം പോലും എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. മുറിയിൽ അങ്ങിങ്ങായി നടക്കുന്ന ദേവനെ കണ്ടുകൊണ്ടാണ് കല്യാണി മുറിയിലേക്ക് വന്നത്. 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ദേവനിത് എന്തു പറ്റി? ഏയ്, അതൊന്നുമില്ല. അത് ചുമ്മാ എന്തോ ഉണ്ട്. ദേവനെ കാര്യമായിട്ട് എന്തോ അലട്ടുന്നുണ്ട്, കല്യാണി പറഞ്ഞു. അത് ദേവൻ പറയാനാകാതെ നിന്നു. എന്താണെങ്കിലും ദേവൻ എന്നോട് പറയാം. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, കല്യാണി പറഞ്ഞു. അതൊന്നുമില്ല കല്യാണി. 2 ദിവസം മുന്നേ മീനാക്ഷി എന്നെ കാണാൻ വന്നിരുന്നു. എന്തിന്? അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞുകൊണ്ട്. ആഹാ, ഇവിടുന്ന് പോയപ്പോഴേക്കും അവൾക്ക് എവിടുന്ന് കിട്ടി ഈ ദിവ്യഗർഭം? അത് എൻ്റെ കുഞ്ഞാണെന്നാണ് അവൾ പറഞ്ഞത്. അത് കേട്ടപ്പോൾ മുതൽ ദേവനത് മുഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് മിക്കവാറും നിങ്ങളുടെ അനിയൻ പ്രസാദിൻ്റെ ആകും. നിങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ അവൾ അവൻ്റെ കൂടെ അല്ലായിരുന്നു. നിങ്ങൾക്ക് പറ്റാത്തത് അവനെ കൊണ്ട് സാധിച്ചു, അത്ര തന്നെ. അതിനാണോ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ദേവനും അത് ശരിയാണെന്ന് സ്വയം ആശ്വസിച്ചു. ഇതിനേക്കാൾ ഭേദം ആ മീനു ആയിരുന്നു. ഉള്ള പണി മുഴുവൻ ചെയ്തു തീർത്തേനെ. ഇതിപ്പോൾ ഇവൾ കഴിച്ച പാത്രം വരെ ഞാൻ കഴുകണമെന്നായി. ദേവന്റെ അമ്മ പിറുപിറുത്തുകൊണ്ട് എല്ലാ പണികളും ചെയ്തു തീർത്തു. മോളെ കല്യാണി. അമ്മയുടെ വിളി കേട്ടതും കല്യാണിയും ദേവനും ഒരുപോലെ അരിശത്തോടെ നോക്കി. നീ ചെന്ന് നോക്ക്, എന്തെങ്കിലും ആവശ്യം കാണും.
ദേവൻ പറഞ്ഞു. കല്യാണി ഇറങ്ങിയതും അമ്മ എണ്ണയും എടുത്ത് കാൽ നീട്ടിയിരുന്നു. നീ ഇവിടെ ഇരുന്ന് ഈ എണ്ണയിട്ട് എന്റെ കാലിത്തിരി തടക്. നിന്ന് പണിയെടുത്ത് കാല് നല്ല നീര് വെച്ചു, അമ്മ പറഞ്ഞു. അയ്യോ അമ്മേ, ഡോക്ടർ പറഞ്ഞത് അമ്മയും കേട്ടതല്ലേ, 5-6 മാസം എന്തായാലും ബെഡ് റെസ്റ്റ് വേണമെന്ന്. അതിന് നിന്നോട് കുത്തിമറിയാനല്ലല്ലോ ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരുന്നത് ചെയ്യാനാ, അമ്മ അരിശത്തോടെ പറഞ്ഞു. ഈ തള്ള. കല്യാണി അവിടെ ഇരുന്ന് ഉള്ളിൽ അവരെ പ്രാഗിക്കൊണ്ട് കാലിൽ എണ്ണയിട്ട് കൊടുത്തു. ദേവനും അവളെ കാത്തു കിടന്ന് എപ്പോഴോ ഉറങ്ങി. മോൾക്ക് 2 വയസ്സെങ്കിലും ആയിട്ട് പോരായിരുന്നോ സെക്കൻഡ് ബേബി? ഡോക്ടറുടെ ഈ ചോദ്യം കേട്ട് മീനു എബിയെ ഒന്ന് നോക്കി. അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയി, എബി ഡോക്ടറെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. വൈഫ് ഓൾ ടെൻസ്ഡ് ആണ്. പെട്ടെന്നായതുകൊണ്ടാകുമല്ലേ? റെസ്റ്റ് ഒന്നും വേണ്ടേ? എങ്കിലും പ്രഗ്നൻസി ടൈം കെയറിങ് ആവശ്യമാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അതറിയാം. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ ബേബിക്ക്? ഇല്ല, ഷീസ് നോർമൽ. എബി പുഞ്ചിരിയോടെ മീനുവിനെ ഒന്ന് നോക്കി. അവൾ തലയും താഴ്ത്തി ഇരിപ്പാണ്. നിങ്ങൾ ഇവിടെ ഇരിക്ക്, ഞാൻ മെഡിസിൻ വാങ്ങി വരാം. മീനു മോളെ കയ്യിൽ വാങ്ങി അവിടെ കണ്ട ചെയറിലിരുന്നു. ഹസ്ബൻഡ് എന്ന പദവി സ്വയം ഏറ്റെടുത്തു. സ്വന്തം കുഞ്ഞല്ലെന്ന് അറിഞ്ഞിട്ടും എവിടെയും അച്ഛനാണെന്ന് സ്വയം പറഞ്ഞു. എബിക്ക് ഇതിനൊക്കെ എന്തു പകരം കൊടുക്കും എന്ന് അവൾക്ക് തന്നെ അറിയില്ല. ചിന്നുമോളെ അവൾ കണ്ണീരോടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മെഡിസിനൊക്കെ കൃത്യ ടൈമിൽ കഴിക്കണം, പിന്നെ ഫുഡും. മീനു ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഓരോ മാസവും എബി തന്നെ അവളെ ചെക്കപ്പിന് എത്തിക്കുമായിരുന്നു. ഇന്ന് അവളെക്കാൾ കരുതൽ ആണ് അവന്. അതിനൊക്കെ പകരമായി അവൾക്ക് ചിന്നുമോളെ സ്നേഹിക്കാൻ മാത്രമേ ആയുള്ളൂ. ഉറക്കത്തിൽ എന്തോ അസ്വസ്ഥത തോന്നിയാണ് കല്യാണി കണ്ണു തുറന്നത്. ദേവൻ, കല്യാണി വിളിച്ചു. അവൻ ഉറക്കത്തിലൊന്ന് മൂളി. ദേവൻ, എനിക്കെന്തോ വയ്യായിക പോലെ. അതൊക്കെ ഈ സമയത്ത് കാണും. നാളെ എന്തായാലും സ്കാനിങ്ങിന് പോവാനുള്ളതല്ലേ, അപ്പൊ ഇതും കൂടി പറയാം. ദേവൻ നീരസത്തോടെ അതും പറഞ്ഞ് തിരിഞ്ഞു കിടന്നു. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയതും സ്കാനിങ്ങും ബുക്ക് ചെയ്തു. അവർ അവിടെയുള്ള ഒരു ചെയറിലിരുന്നു. ഡോക്ടറെ കാണാൻ വേറെ ടോക്കൺ, സ്കാനിങ്ങിന് വേറെ ടോക്കൺ. ഇന്നിനി മുഴുവൻ ഇവിടെ കഴിച്ചു കൂട്ടേണ്ടി വരും. ഇത് സർക്കാർ ഹോസ്പിറ്റലാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല കാശ് മുടക്കിയാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, കല്യാണി മറുപടി പറഞ്ഞു. വെറുതെ എന്തിനാ കണ്ടവന് കാശ് കൊടുത്ത് നീ പ്രസവിക്കുന്നത്? അതിന് കല്യാണി ഒന്ന് മൂളി. നീണ്ട കാത്തിരിപ്പിന് ശേഷം സ്കാനിങ് റൂമിൽ കയറ്റിയതും ദേവൻ മാറിയിരുന്നു. ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന കുഞ്ഞിന്റെ പിക്ചർ കണ്ട് അവൻ അത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. സ്കാനിങ് റിപ്പോർട്ട് നോക്കിയതും ഡോക്ടറുടെ മുഖഭാവം മാറുന്നതും കണ്ട് ദേവനും കല്യാണിയും പരസ്പരം ഒന്ന് നോക്കി. കല്യാണി, ഇതിനു മുൻപ് അബോർഷൻ ആയിട്ടുണ്ടോ? ഉണ്ട്. അത് എത്ര മാസം ഉള്ളപ്പോഴാണ്? അത് 5-6 മാസമായി കാണും. അന്നെന്തായിരുന്നു പ്രശ്നം? ഡോക്ടർ ചോദിച്ചു. അത് എന്റെ ആദ്യ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റിൽ മരിച്ചു. അപ്പോ പിന്നെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുക എന്നല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഡോക്ടർ. 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ അതിന്റെ അച്ഛൻ മരിച്ചെന്ന് എഴുതി കൊല്ലണമോ? ശരിക്കും ആ കുഞ്ഞിനെ വളർത്തുകയല്ലായിരുന്നോ വേണ്ടത്? ഡോക്ടർ ചോദിച്ചു. ഇത് കേട്ട് അവൾ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി ഇരുന്നു. അത് വീട്ടുകാർ പറഞ്ഞപ്പോൾ. കഴിഞ്ഞ ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയിരുന്നോ? ഡോക്ടർ വീണ്ടും ചോദിച്ചു. അത് ഇന്നലെ നൈറ്റ് വയറിലെന്തോ അസ്വസ്ഥത തോന്നിയിരുന്നു. അതിനുശേഷം കാര്യമായ പ്രശ്നമൊന്നും തോന്നിയില്ല. ഓഹോ, അപ്പൊ തന്നെ ഇങ്ങോട്ട് വരാമായിരുന്നില്ലേ? ഇതിപ്പോൾ. ഡോക്ടർ മുഴുവിക്കാതെ നിർത്തി. ബാക്കി എന്തു പറയണമെന്നറിയാതെ ഡോക്ടർ ഇരുന്നു. ഡോക്ടർ, കഴിഞ്ഞ സ്കാനിങ്ങിനും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതിപ്പോൾ മാസം 6 ആയില്ലേ, ഇപ്പൊ എന്താ പ്രശ്നം? ദേവൻ വെപ്രാളത്തോടെ ചോദിച്ചു. അന്ന് കുഞ്ഞിന് വളർച്ചയെത്താത്ത വെറും ഭ്രൂണമായിരുന്നു. ഇന്ന് കുഞ്ഞ് അതിൻ്റെതായ വളർച്ചയിൽ എത്തിക്കഴിഞ്ഞു. ഇന്നലെ അങ്ങനെ ഒരു അസ്വസ്ഥത തോന്നിയിട്ടും നിങ്ങളത് കാര്യമാക്കിയുമില്ല. ഇതിപ്പോൾ കുഞ്ഞ് ജീവനില്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഡോക്ടർ, എന്താ പറഞ്ഞത്? ജീവനില്ലെന്നോ? ദേവൻ വെപ്രാളത്തോടെ ചോദിച്ചു. ഇന്നലെ ഒരു പക്ഷേ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ നമുക്ക് ജീവനോടെ പുറത്തെടുക്കാമായിരുന്നു. ദേവൻ നിരാശയോടെ ഇരുന്നതും കല്യാണി അവനെ ഒന്ന് നോക്കി. ഡോക്ടർ, ഇനിയിപ്പോ? ദേവൻ ചോദിച്ചു. അതിനെ വയറ്റിൽ വെക്കും തോറും കല്യാണിക്ക് തന്നെയാണ് പ്രശ്നം. എത്രയും പെട്ടെന്ന് അതിനെ പുറത്തെടുത്തു കളയണം. അവർ ഒന്നും മിണ്ടാനാകാതെ പരസ്പരം നോക്കി. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട്. ദേവൻ പതിയെ ഡോക്ടറിനോട് ചോദിച്ചു. എത്രയും പെട്ടെന്ന് കളയുന്നോ അത്രയും നല്ലത്, ഡോക്ടർ മറുപടി പറഞ്ഞു. പെട്ടെന്നെന്ന് പറയുമ്പോൾ? ദേവൻ വീണ്ടും ചോദിച്ചു. ഇന്ന് തന്നെ ഒരു ചെറിയ ഓപ്പറേഷൻ വേണ്ടിവരും, അല്ലാതെ വേറെ വഴിയൊന്നുമില്ലേ ഡോക്ടർ? ഇല്ല, 6 മാസം പ്രായമായ കുഞ്ഞല്ലേ ഇത്. എങ്കിൽ ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർ, കല്യാണി വേഗം സമ്മതിച്ചു. ദേവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു. കല്യാണി പുറകെയും.